ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ MTCSRലെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂളിൻ്റെ പേര് മാനേജീരിയൽ ഡിസിഷൻസ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ബിസിനസ് ഓൺടർപ്രണർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഇവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ, ഒരു സൊല്യൂഷൻ തിരഞ്ഞെടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ഡിസിഷൻ മേക്ക് ചെയ്യണത്? ഒന്നെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതായത് ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസിഷൻ മേക്കിംഗ് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കുറേ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാക്കും. അതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഏതൊരു ഓപ്ഷനിലാണോ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് അവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത്തരം ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. അതായത് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിലോട്ട് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ എന്താണ് പ്രോബ്ലം, അവിടെ ഉള്ള പ്രോബ്ലം എന്താണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ മേ ബി അവിടെ കോസ്റ്റ് കൂടുതലാവാം, അല്ലെങ്കിൽ റവന്യൂ കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ സെയിൽ നടക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. കാരണം അതൊരു പ്രോബ്ലമാണ്. കാരണം സെയിൽ നടക്കാതിരിക്കുക, കോസ്റ്റ് കൂടുന്ന, അതിനനുസരിച്ച് ലാഭം ഇല്ലാതിരിക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള പ്രോബ്ലം? കാരണം ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം മനസ്സിലാക്കണം, അതാണ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. ദെൻ സെക്കൻഡ് വൺ ഈസ് ഗ്യാദർ ഇൻഫർമേഷൻ. അങ്ങനെ നമ്മൾ പ്രോബ്ലം മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രോബ്ലത്തിനെ കുറിച്ചിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് കണ്ടെത്തുക. അതായത് ഈ ഒരു പ്രോബ്ലം വരാൻ എങ്ങനെയാണ് ചാൻസ് കൂടുതൽ, അതായത് ഏത് വഴിയിലൂടെയാണ് ഇത്തരം പ്രോബ്ലംസ് വരുന്നത്, അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെ ചെയ്യാം, അങ്ങനെ ആ ഒരു ഇൻഫർമേഷൻ അത് നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസും, അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം വരാനുള്ള കാരണങ്ങളും, അങ്ങനെ എല്ലാം നമ്മൾ കണ്ടെത്തി വെക്കണം. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ്സ്. അതായത് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിൻ്റെ സൊല്യൂഷൻ വേണം. അപ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ സൊല്യൂഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. കൂടുതൽ സൊല്യൂഷൻസ്, അതായത് ആൾട്ടർനേറ്റീവ് ആയിട്ട് രണ്ടിൽ കൂടുതൽ, നമുക്ക് എത്ര സൊല്യൂഷൻസ് വേണമെങ്കിലും നമുക്കവിടെ ആൾട്ടർനേറ്റീവ് എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറേ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ്. അങ്ങനെ നമ്മൾ കുറേ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓരോ ഡിസിഷൻസ്, ഓരോ സൊല്യൂഷൻസ് കണ്ടെത്തിയും അതിനൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. അതായത് ഏതാണ് ബെറ്റർ അല്ലാത്തത്, അങ്ങനെ എല്ലാം മനസ്സിലാക്കി. ഇപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് എനിക്ക് കിട്ടുമോ, ഇല്ലെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് കിട്ടാതിരിക്കുമോ, അങ്ങനെ ഓരോ ഓൾട്ടർനേറ്റീവും ബെസ്റ്റ് ആണോ എന്നുള്ള കാര്യം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. കാരണം അതിൽ നിന്ന് ഒരൊറ്റ ഓൾട്ടർനേറ്റീവ് മാത്രമേ സെലക്ട് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവ് വേണം സെലക്ട് ആക്കാൻ. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മേക്ക് ദ ഡിസിഷൻ. ഫൈനലി എന്ത് ചെയ്യാണ്, ആ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ഏറ്റവും ബെറ്റർ ഏതാണെന്ന് നോക്കിയിട്ട് ആ ഒരു ഓൾട്ടർനേറ്റീവ് അവിടെ സെലക്ട് ചെയ്യാണ്. ദെൻ ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻ. അങ്ങനെ ഈ ഒരു സെലക്ട് ആക്കിയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നമ്മൾ ആ ഒരു ഡിസിഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പ്രകടമാക്കുന്നു, പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ആക്കിയിട്ടുള്ള ആ ഒരു ഓൾട്ടർനേറ്റീവ് ഇതിലോട്ട് ആപ്ലിക്കബിൾ ആണോ, അതായത് നമുക്കവിടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കും. ഇൻ കേസ് ഇനി പ്രോഫിറ്റ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓൾട്ടർനേറ്റീവിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പോകുന്നു. ഇനി അവിടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം മെത്തേഡ് തന്നെ അവിടെ മതി. നെക്സ്റ്റ് സ്റ്റേജ് ഇവാലുവേറ്റ് ദ ഔട്ട്കം. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്കം എന്താണ്, അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ആ ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എന്തൊരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് അപ്രോച്ചസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മൾ ഡിസിഷൻസ് മേക്കിംഗ് എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്, പല ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച്. അതായത് ഇവിടെ നമ്മൾ എന്താണ് വളരെ ലോജിക്കോട് കൂടിയിട്ട് നമ്മൾ സിറ്റുവേഷൻസ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ലോജിക്കോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യണത്. ഇവിടെ നമ്മൾ
ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഡീപ്പായിട്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇത്തരം ഡിസിഷൻ മേക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതും അതിൻ്റെ മെറിറ്റ് ഡീമെറിറ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കിയെടുക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനി ഒരു പുതിയൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിസിനസ്സിലോട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കേസ്. അപ്പോൾ ഇവിടെ ആ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഇതൊരു പുതിയതായിട്ടുള്ളൊരു ഫ്രഷർ ആയിട്ടുള്ള ബിസിനസ്സാണ് തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലോട്ട് ഫണ്ട് ഇടുന്ന സമയത്ത് നമുക്ക് ഫ്യൂച്ചറിൽ ലാഭമുണ്ടാവോ നഷ്ടം ഉണ്ടാവോ എത്രത്തോളം റിസ്ക് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഇതൊരു പുതിയൊരു ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് അതിൻ്റെ ഫുൾ ഡീപ്പ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്രത്തോളം ലാഭം ഉണ്ടാകും എത്രത്തോളം നഷ്ടം ഉണ്ടാകും, റാഷണലി എന്ത് ചെയ്യുന്നു, നമ്മൾ ലോജിക്കലായിട്ട് അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഫാക്ടേഴ്സും ഒക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇത്തരമൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യണത്. അപ്പോൾ അതിനെയാണ് എന്ത് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത് ഇൻറ്റ്യൂറ്റീവ് ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു വ്യക്തിക്ക് ശരിയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന ഒരു ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ ഒരു ഇൻറ്റ്യൂറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിനെ ജോലിക്ക് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ യോഗ്യതയേക്കാൾ ഇവിടെ മാനേജേഴ്സ് നോക്കുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് നോക്കുന്നത്. അപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇയാൾ ഈ ഒരു ജോലിക്ക് ശരിയാണ്, യോഗ്യത അത്രയ്ക്ക് ഇല്ലെങ്കിൽ പോലും സ്കിൽസ് ഒന്നും ഇല്ലെങ്കിൽ പോലും അയാൾ യോഗ്യതയേക്കാൾ നോക്കുന്നത് അയാളുടെ ക്യാരക്ടറാണ്. അപ്പോൾ ഇവർക്ക് തോന്നാണ് ഇയാൾ ഈ ഒരു ജോബിന് ആപ്റ്റാണ്, തനിക്ക് എന്താണ് ശരി എന്ന് തോന്നുന്നത് അതാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഇൻറ്റ്യൂറ്റീവ് ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇവർ എന്താ നോക്കുന്നത്, ഗെറ്റ് ഫീലിംഗ്, തനിക്ക് ഉള്ളിൽ തോന്നുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഇതിനെയൊക്കെയാണ് ഇത് കാരണമാണ് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മാനേജർ എന്ത് ചെയ്യുന്നു, ഒരു സിറ്റുവേഷൻ വരണം, ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കൂടുതൽ ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല. ഇവിടെ നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ ചിന്തിക്കാൻ സമയമില്ലെങ്കിൽ ആ ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കാണ് ഇത്തരം ഇൻറ്റ്യൂറ്റീവ് ഡിസിഷൻ മേക്കിങ്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു, നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൂടുതൽ സമയമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മാനേജർ എനിക്കിപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുന്നത് ഇങ്ങനെ ചെയ്യണം, ഇത് ശരിയാണ്, ആ ഒരു ഇൻറ്റ്യൂഷൻ അയാളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു അപ്രോച്ച്, ആ ശരിയാണ് എന്ന് തോന്നിക്കൊണ്ട് ചെയ്യുന്ന ഒരു അപ്രോച്ചിനാണ് എന്തെന്ന് പറയുന്നത് ഇൻറ്റ്യൂറ്റീവ് ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച്. അതായത് ഇവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഡാറ്റകൾ, അതുപോലെ തന്നെ അങ്ങനത്തെ തെളിവുകളുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അത് പരിശോധിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ ഡിസിഷൻസ് മേക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സർവേകളൊക്കെ നടത്തിക്കൊണ്ട് ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ സർവേ നടത്തുന്ന വഴി അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ്, അതൊരു ഡാറ്റാ ബേസ്ഡാണ്. അല്ലെങ്കിൽ ഡാറ്റ പരിശോധിക്കുമ്പോൾ ഇന്ന പ്രൊഡക്റ്റാണ് കൂടുതൽ ആവശ്യം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നു. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോട് ക്വസ്റ്റ്യനെയറൊക്കെ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായത് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ സെയിൽസിൻ്റെ ആ ഒരു റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ സെയിലായി പോയിട്ടുള്ളത് എന്നൊക്കെ നോക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങനത്തെ ഓരോ ഡാറ്റകൾ അനുസരിച്ചിട്ട് അവിടെ മെച്ചപ്പെടുത്താൻ നോക്കുകയാണ്. ഈ ഡാറ്റകളും അവിടെയുള്ള റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചിട്ട് ഏറ്റവും കൂടുതൽ അതിനനുയോജ്യമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ എവിഡൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. അതാണ് എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് പറയുന്നത്. നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച്. അതായത് ഇവിടെ നമ്മൾ ആ ഒരു കമ്പനിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനെയും എല്ലാ വ്യക്തികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഡിസിഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ കുറേ വ്യക്തികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ പല രീതിയിലോട്ടുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസുകൾ, കുറേ ഡിസിഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ ആളുകളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നു.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച്. അതായത് ഇത് ശരിയാണോ, ആ ഒരു രീതിയിലോട്ടുള്ള ക്വസ്റ്റ്യൻ ഉന്നയിച്ചു കൊണ്ടാണ് അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യണത്. അതായത് ഈ എത്തിക്കൽ എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എൻവിറോൺമെന്റിന് എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടാക്കുമോ, ഇവിടെ എന്താണ് നമുക്ക് പ്രോഫിറ്റ് കുറഞ്ഞാലും വേണ്ടില്ല, ബാക്കിയുള്ള നമ്മൾ എൻവിറോൺമെന്റ് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായി ഒരു പൊല്യൂഷനായി തീരാൻ പാടില്ല. ഇവിടെ പ്രോഫിറ്റ് കുറഞ്ഞാലും ഈ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ, ശരിയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ലോഞ്ച് ചെയ്യുള്ളൂ. എത്തിക്കലായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഇത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് നമുക്ക് എടുക്കാം. ശരിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം, ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യരുത്. അപ്പോൾ ഇത് ശരിയാണ്, നമ്മുടെ ഭൂമിക്ക് ശരിയാണ്, നമ്മുടെ സറൗണ്ടിങ്സിന് ശരിയാണോ എന്നുള്ളത് നോക്കിയിട്ട് മറ്റുള്ളവർക്ക് ഒരു ഹാംഫുൾ ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ കാരണം. ആ ഒരു രീതിയിലോട്ടാണ് ഇത്തരം ഡിസിഷൻ മേക്കിങ്സ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പല രീതിയിലോട്ടുള്ള അപ്രോച്ചസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഡിസിഷൻസ്. അതായത് ഡിസിഷൻസ് നമ്മൾ ഏതൊക്കെ രീതിയിലോട്ടാണ് ഡിസിഷൻസ് എടുക്കുക, 5 രീതിയിലോട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആണ്. അതായത് ഈ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ആരാണ്, ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലുള്ള ടോപ്പ് ലെവൽ മാനേജേഴ്സോ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന വ്യക്തികളായിരിക്കും. ലൈക്ക് ഈ CEO, മാനേജേഴ്സ്, അങ്ങനത്തെ ടോപ്പ് ലെവലിൽ ആരാണോ ഇരിക്കുന്നത് അവരായിരിക്കും ഇവിടെ ഡിസിഷൻസ് മേക്ക് ചെയ്യണത്. അതുപോലെ തന്നെ അവർ മേക്ക് ചെയ്യുന്ന ആ ഒരു ഡിസിഷൻസ് ആയിരിക്കും ഇനി വരുന്ന, അതായത് ഇത്തരം സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിസിഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ലോങ് ടേം ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പ് ലെവൽ മാനേജേഴ്സ് മേക്ക് ചെയ്യുന്ന ആ ഒരു ഡിസിഷൻ ആയിരിക്കും ആ ഒരു കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോവുക. ലൈക്ക് ഒരു 5 year or 10 year ലോങ് ടേം ആണെന്ന് പറഞ്ഞു, അപ്പോൾ ഒരു 5 year or 10 year ഒക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഒരു ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന വ്യക്തികൾ എന്തെങ്കിലും ഡിസിഷൻ കൊടുക്കുന്നു, അത് ആ ലോവർ ലെവലിലുള്ള എംപ്ലോയീസ് അതൊരു റെസ്പോൺസിബിലിറ്റി ആയി കണ്ടുകൊണ്ട് അവർ ആ വർക്ക് പൂർത്തിയാക്കുന്നു. നമ്മൾ പറഞ്ഞു ഇത്തരം ഡിസിഷൻസ് ഒക്കെ എന്താണ് ലോങ് ടേമിലോട്ട് അഫക്റ്റ് ചെയ്യും. അതായത് ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഡിസിഷൻ മേക്കുന്നത് ലോങ് ടേമിലോട്ട് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഇത്തരം ഡിസിഷൻസ് ആണ് ഇവരുടെ ആ ഒരു കമ്പനികൾ ഇനിയും എക്സ്പാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസിഷൻസ് അവർ മേക്ക് ചെയ്യുന്ന ബിസിനസ് ട്രേഡിങ്, മാർക്കറ്റിംഗ്, സെയിൽസ്, എന്ത് ബിസിനസ്സും ആവാം. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ബിസിനസ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്തരം സ്ട്രാറ്റജിക് ഡിസിഷൻ്റെ അണ്ടറിലാണ്. രണ്ടാമത്തെ ഡിസിഷനാണ് ടാക്ടിക്കൽ ഡിസിഷൻ. അതായത് നമ്മൾ സ്ട്രാറ്റജിക് ഡിസിഷൻ പറഞ്ഞു അല്ലേ, ഒരു കമ്പനിയിലുള്ള ഹൈ ലെവലിലുള്ള പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ലോങ് ടേം ആയിട്ട് ഓരോ ഡിസിഷൻ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത്തരം സ്ട്രാറ്റജിക് ഡിസിഷൻസ് അത് നടപ്പിലാക്കേണ്ടത് ആരാണ്, ആ ഒരു കമ്പനിയിലുള്ള മിഡിൽ ലെവലിലുള്ള മാനേജേഴ്സും അതുപോലെ തന്നെ ലോ ലെവലിലുള്ള എംപ്ലോയീസും ആണ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ഒക്കെ നടപ്പിലാക്കി കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത്തരം സ്ട്രാറ്റജിക് ഡിസിഷൻസ് നടപ്പിലാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു മിഡിൽ ലെവലിലുള്ളവരും ലോ ലെവലിലുള്ള വ്യക്തികളും എന്ത് ചെയ്യണം, ആ ഒരു പ്ലാനിനെ, ആ ഒരു ഡിസിഷനെ ഷോർട്ട് ടേമിലോട്ട് കൊണ്ടുവരണം. അതായത് അവർക്ക് അവരുണ്ടാക്കിയിട്ടുള്ള പ്ലാന്, അതായത് ഹൈ ലെവൽ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികൾ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാന് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ലോ ലെവല് മിഡിൽ ലെവലിൽ വരുന്ന വ്യക്തികളാണ് നടപ്പിലാക്കേണ്ടത്. അവരതെന്ത് ചെയ്യുന്നു, അത്തരം ഡിസിഷൻസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം ആയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാണ്. അപ്പോൾ അതിനെയാണ് ടാക്ടിക്കൽ ഡിസിഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ ഓപ്പറേഷണൽ ഡിസിഷൻസ്. അതായത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലോങ് ടേം ഡിസിഷൻ ആയിരുന്നു അല്ലേ സ്ട്രാറ്റജിക് ഡിസിഷൻ, അത് പിന്നെ നമ്മൾ ഷോർട്ട് ടേം ഡിസിഷൻ ആക്കി കൊണ്ടുവന്നു. ഇങ്ങനെ മിഡിൽ മാനേജേഴ്സ് ഷോർട്ട് ടേമിലോട്ട് കൊണ്ടുവന്നു. ദെൻ ഓപ്പറേഷൻ ഡിസിഷൻസ്, അത് ഏറ്റവും വെരി ഷോർട്ട് ഡിസിഷൻസ് ആയിരിക്കും. അതായത് വെരി ലോ ലെവലിലുള്ള വ്യക്തികൾ ഈ ഒരു സ്ട്രാറ്റജിക് ഡിസിഷനും അതുപോലെ തന്നെ ടാക്ടിക്കൽ ഡിസിഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്പറേഷണൽ ഡിസിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോ ലെവലിലുള്ള വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ എംപ്ലോയീസ്, മാനേജേഴ്സ് ആയിരിക്കും ഈ ഒരു ഓപ്പറേഷൻ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അത് വളരെ ചെറിയ കാലത്തിലോട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതായത് ഓരോ ദിവസത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിലുള്ള ഡിസിഷൻസ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു ഓപ്പറേഷണൽ
ഡിസിഷൻ രണ്ട് രീതിക്കുണ്ട്. ഒന്ന് സിംഗിൾ യൂസും അതുപോലെ തന്നെ ഓൺ ഗോയിങ് യൂസും. സിംഗിൾ യൂസിൽ ഈ ഒരു ഡിസിഷൻ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഓൺ ഗോയിങ്ങിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസിഷൻ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നു. പക്ഷെ വീണ്ടും ആ ഒരു പ്രോബ്ലം വീണ്ടും ഫേസ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് നേരത്തെ ഉപയോഗിച്ച ആ ഒരു സൊല്യൂഷൻ നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഓൺ ഗോയിങ് എന്ന് പറയുന്നത്. പക്ഷെ സിംഗിൾ യൂസിൽ ആ ഒരു ഡിസിഷൻ ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ട് മേക്ക് ചെയ്തിട്ട് വേണം. അപ്പോൾ ഇതാണ് എന്ത് ഓപ്പറേഷണൽ ഡിസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാംഡ് vs നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ. അപ്പോൾ പ്രോഗ്രാംഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി എല്ലാം മുൻകൂട്ടി ഡിസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ എംപ്ലോയി ലീവ് ചോദിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി അതിനെ ഡിസിഷൻ മേക്ക് ചെയ്തിട്ടുണ്ടാകും. കാരണം ഈ ഒരു എംപ്ലോയി ലീവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഫണ്ട് വരുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഒരു കമ്പനി എപ്പോൾ ഒരു ദിവസം എപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അവർ ഓൾറെഡി എടുത്തു വെച്ചതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സാണ് ഏത് പ്രോഗ്രാം ഡിസിഷൻ എന്ന് പറയുന്നത്. നോൺ പ്രോഗ്രാമിംഗ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടത് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്തു വെച്ച ഡിസിഷനൊന്നുമല്ലേ കാരണം ഇവിടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാരണം കൊണ്ട് പെട്ടെന്നൊരു കാരണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മുൻകൂട്ടി നമ്മൾ ഓൾറെഡി ഡിസിഷൻ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് പുതുതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ വേണം ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കമ്പനി ഒരു സാമ്പത്തിക നഷ്ടത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ ഉള്ള ഡിസിഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ഡിസിഷൻസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതല്ലായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് പ്രോഗ്രാം vs നോൺ പ്രോഗ്രാം ഡിസിഷൻ. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ vs ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മാത്രം ഇരുന്നു കൊണ്ട് അവിടെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ടൈം കുറയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഇൻഡിവിജ്വൽ ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അഭിപ്രായങ്ങളൊന്നും കിട്ടൂല. കാരണം ഒരാളെ കയ്യിൽ നിന്ന് അയാളിനെ എന്ത് ചെയ്യാൻ ഡിസിഷൻ മേക്ക് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ അഭിപ്രായങ്ങളൊന്നും കിട്ടൂല. മറിച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം വ്യക്തികൾ ഇരുന്നു കൊണ്ട് ഡിസിഷൻ മേക്ക് ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ പല വ്യക്തികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല പല അഭിപ്രായങ്ങളും പല പല ഇൻഫോർമേഷൻസും കിട്ടും. പക്ഷേ ഇത്തരം ഗ്രൂപ്പ് ഡിസ്കഷൻ നമുക്ക് എന്ത് ചെയ്യാം, ടൈം കൂടുതൽ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈപ്സ്, പല രീതിയിലോട്ടുള്ള ഡിസിഷൻ മേക്കിങ്സ്. അപ്പോൾ ഈ ഒരു പാർട്ടിലാണ് ഡിസ്കസ് ചെയ്തത് എന്താണ് ഡിസിഷൻ മേക്കിംഗ്, അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ അപ്രോച്ചസ്, അതിൻ്റെ ടൈപ്സ്. അപ്പോൾ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.